നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ യു ക്യാൻ പ്രിപ്പയർ ഫോർ ഫിലിം ആക്ടിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. സിനിമ അഭിനയം എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് യുവർ ഡ്രീം ടു ബിക്കം എ ഫിലിം ആക്ടർ. അഭിനയിക്കാൻ ഒരവസരം ലഭിച്ചാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരു ആക്ടർ ചെയ്യേണ്ട പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. Love the art in yourself and not yourself in the art. Create your own method. നിങ്ങളിലുള്ള കലയെ, പ്രതിഭയെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ മെത്തേഡ് ഓഫ് ആക്ടിങ്. നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു ആക്ടിങ് നിങ്ങൾ സൃഷ്ടിക്കുക, വികസിപ്പിക്കുക, പ്രായോഗികമാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ലവ് ദ ആർട്ട് ഇൻ യുവർ സെൽഫ് ആൻഡ് നോട്ട് യുവർ സെൽഫ് ഇൻ ദ ആർട്ട്. ക്രിയേറ്റ് യുവർ ഓൺ മെത്തേഡ്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. What makes a successful actor? Having a genius passion for acting and strong commitment to toning your craft is essential. പ്രതിഭാധനമായ ഒരു പാഷൻ ആക്ടിങ്ങിനോട് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ആക്ടിങ് പ്രതിഭയാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. ബിൽഡ് എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു ടോണിങ് യുവർ ക്രാഫ്റ്റ്. നിങ്ങളുടെ ക്രാഫ്റ്റിനെ ഒരു സ്ട്രോങ് കമ്മിറ്റ് കൊണ്ട് നിങ്ങൾ ട്യൂൺ ചെയ്തെടുക്കണം. ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സക്സസ് റിക്വയർസ് എ ഡീപ്പ് ലവ് ഫോർ ദി ആർട്ട് ഫോം. നിങ്ങൾ അവതരിപ്പിക്കുന്ന കലയോട് നിങ്ങൾക്കുള്ള ആഴമേറിയ സ്നേഹം അതിൻ്റെ വിജയത്തിന് പ്രേരകമായി തീരുന്നു. ആൻഡ് വില്ലിങ്നെസ് ടു പുട്ട് ഇൻ ദ നെസസറി എഫോർട്ട്, ടൈം ആൻഡ് ലേണിംഗ്. അതിന് അത്യാവശ്യമായ പ്രയത്നവും സമയവും പഠനവും നിങ്ങൾ നടത്തണം. നിങ്ങളെ അഭിനയത്തിലേക്ക് നയിക്കുന്ന പ്രചോദനം എന്താണ്? ഇറ്റ് ഈസ് എ ഡിസയർ ടു ബി അക്സെപ്റ്റഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ആൻഡ് റിവാർഡഡ്. നിങ്ങളുടെ അഭിനയ കല, നിങ്ങളുടെ പെർഫോമൻസസ് അത് സ്വീകരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, അതിന് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആ മോട്ടീവ് കൊണ്ടാണ് നിങ്ങൾ ഒരു നടനായി തീരുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം, അംഗീകരിക്കണം. സത്യത്തിൽ ഹു ഇൻവെൻറ്റഡ് ആക്ടിങ്? ആരാണ് ഈ ആക്ടിങ് ആദ്യമായി ചെയ്തത്?
who is the first actor in the world. നമുക്ക് വ്യക്തമായ തെളിവുകളില്ല എങ്കിലും ലഭിക്കുന്ന സൂചനകൾ വെച്ച് പറയാം. തെസ്പിസ് ഇൻ 534 or 535 BC. തെസ്പിസ് എന്ന ആളാണ് കവിത അവതരിപ്പിച്ച് ഓഡിയൻസിന് മുമ്പാകെ അത് അഭിനയിച്ച് പ്രകടിപ്പിച്ച് he was the first character whose performance before the audience. തെസ്പിസ് എന്ന ആളാണ് BC 534-535 ആകാം ഒരു കവിത അവതരിപ്പിച്ച് അത് കാണികളുടെ മുമ്പാകെ അഭിനയിച്ച് കാണിച്ച് ലോകത്തിലെ ആദ്യത്തെ ആക്ടർ ആയി പരിഗണിക്കപ്പെടുന്നത്. തെസ്പിസ് reciting poetry as if he was the character whose lines he was reading. ആ കവിത വായിച്ചു കൊണ്ടിരുന്ന് അത് പെർഫോം ചെയ്ത് കാണിച്ചാണ് അദ്ദേഹം ആദ്യത്തെ ആക്ടറായി തീർന്നത്. Good actor being in it, how realistic it was, should successfully conveying the intended feelings. നല്ല ഒരു അഭിനേതാവ് how realistic it was should successfully conveying the intended feelings. ഉദ്ദേശിക്കുന്ന വികാരങ്ങൾ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളെയാണ് നല്ല ഒരു ആക്ടർ എന്ന് ജനം പരിഗണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ആക്ടറായി തീരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ശ്രമിക്കുക, അഭിനയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. The only failure is not to try. പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പരാജയം. Don't be afraid to fail. പരാജയപ്പെടുമ്പോൾ എന്ന് ഭയക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ അനലൈസ് ചെയ്യണം. What you did, what you didn't do. നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് മനസ്സിലാക്കണം. Realize that heating yourself, നിങ്ങളെ തന്നെ നിങ്ങൾ ചൂടാക്കണം. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളെ പ്രചോദിപ്പിക്കണം. അതിനുള്ള പ്രധാന കാര്യങ്ങൾ to become an actor, embody another person, perform the story from their perspective, do trustfully, do things as liberating, exhilarating and powerful. നിങ്ങൾ അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളുടെ ശരീരം എടുത്ത് നിങ്ങൾ അണിയുകയാണ് ചെയ്യുന്നത്. പെർഫോം ദ സ്റ്റോറി, ആ കഥയെ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ ആളുടെ പെർസ്പെക്റ്റീവിലൂടെ ആയിരിക്കണം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലൂടെ അല്ല, ആ കഥാപാത്രത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വേണം അത് ചെയ്യുമ്പോൾ. അത് സത്യസന്ധമായിരിക്കണം. ഡു ട്രസ്റ്റ്ലി, ഡു തിങ്സ് ആസ് ലിബറേറ്റിംഗ്, എക്സ്ക്ലറേറ്റിംഗ് ആൻഡ് പവർഫുൾ. അത് ശക്തമായും അതിൻ്റെ എല്ലാത്തരം
ഫ്രീഡത്തോടു കൂടി ആ കഥാപാത്രത്തിലൂടെ ഒരു ലിബറേറ്റിംഗ് മോഡിലായിരിക്കണം നമ്മളത് അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തെ എടുത്ത് നമ്മൾ അണിയുമ്പോൾ, അത് അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, പെർസ്പെക്റ്റീവിൽ നിന്ന് വേണം ആ കഥാപാത്രം എങ്ങനെ ചിന്തിക്കുന്നു, ആ കഥാപാത്രം എന്ത് കോസ്റ്റ്യൂംസ് അണിയുന്നു, ആ കഥാപാത്രം എങ്ങനെ ചലിക്കുന്നു, ആ ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെൻറ്റ്, ഐ മൂവ്മെൻറ്റ്, ലിപ് മൂവ്മെൻറ്റ്, എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ആക്ടിങ് ഇൻ ഫിലിം ആക്ടിങ്ങിൽ ദ പർപ്പസ് ഓഫ് ഫിലിം ആക്ടിങ് ടു ബ്രിങ് ക്യാരക്ടേഴ്സ് ടു ലൈഫ് ആൻഡ് ടു ടെൽ സ്റ്റോറീസ്. സിനിമ അഭിനയത്തിൻ്റെ ലക്ഷ്യം കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുക, കഥ പറയുക എന്നുള്ളതാണ്. Writers creating characters, actors put them before the audience. എഴുത്തുകാരന്മാർ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, എന്നാൽ നടന്മാർ, ആക്ടേഴ്സ്, ആ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം, ജീവത്തായ ഭാവങ്ങൾ നൽകിക്കൊണ്ട് അത് കാണികളുടെ മുമ്പാകെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു. Don't act in general for the sake of action. ജനറലായിട്ട് മാത്രം അഭിനയിക്കരുത്. ഓൾവേസ് ആക്ട് വിത്ത് എ പർപ്പസ്. ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നമ്മളെപ്പോഴും അഭിനയിക്കേണ്ടത്. ഇൻ എവറി ഫിസിക്കൽ ആക്ഷൻ ദർ ഈസ് എ കൺസീൽഡ് സം ഇന്നർ ആക്ഷൻ. ഓരോ ആക്ഷന് പിന്നിലും മറഞ്ഞിരിക്കുന്ന ഒരു ഇന്നർ ആക്ഷൻ ഉണ്ടായിരിക്കും, ഇന്നർ ഫീലിങ്സ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഹൗ ദ 2 levels ഓഫ് ലൈഫ്. ഇത് ജീവിതത്തിൻ്റെ 2 തലങ്ങളാണ്. ഇൻ എ പാർട്ട് ആർ ക്രിയേറ്റഡ് ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ. ഈ 2 തലങ്ങളെ നാം മനസ്സിലാക്കണം. ദേ ആർ ഇൻ്റർവൈൻഡ്. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആ ഭാവങ്ങളും ആ തലങ്ങളും നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വമായി മേർജ് ചെയ്യുമ്പോൾ, ലയിപ്പിക്കുമ്പോഴാണ് ഒരു മഹത്തരമായ പ്രകടനമായി മാറുന്നത്. ഇനി വാട്ട് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ആൻ ആക്ടർ? With a positive mindset fueling their every move, they are able to deliver a performance that is truly electrifying. അതായത് ഒരു നടൻ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കണം. അദ്ദേഹത്തിന് അതിന് ഇന്ധനം പകരുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾക്കും ഇന്ധനം പകരുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. They are able to deliver a performance. ഒരു പ്രകടനം കൊടുക്കുവാൻ, ആ പ്രകടനം എങ്ങനെയുള്ളതായിരിക്കണം? That's truly electrifying performance. Electrifying, കരണ്ടടിക്കുന്നത് പോലെയുള്ള ചലനാത്മകമായ ആകർഷകമായ ഒരു പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ഒരു നടന് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഓരോ ചലനങ്ങൾക്കും ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നുള്ള വൈബ്രേഷൻസ് കൊടുക്കുമ്പോഴാണ് അതൊരു ഇലക്ട്രിഫൈങ് പെർഫോമൻസായി മാറുന്നത്. ടേക്ക് പെർഫോമൻസ് റിസ്ക്, പുഷ് ബൗണ്ടറീസ്, connect with the same partners and communicate to your audience. ഈ പെർഫോമൻസിലെ എല്ലാത്തരം റിസ്കുകളും എടുത്ത്
അതിൻ്റെ എല്ലാ ബൗണ്ടറികളും നാം തള്ളി മാറ്റിക്കൊണ്ട് എല്ലാ ബൗണ്ടറികളെയും കീപ്പ് ചെയ്തുകൊണ്ടും അതിലംഘിച്ചുകൊണ്ടും കണക്ട് വിത്ത് സീൻ പാർട്ട്നേഴ്സ് ആ സീനിലെ നമ്മോടൊപ്പം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പങ്കാളികളോട് കണക്ട് ചെയ്തുകൊണ്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു യുവർ ഓഡിയൻസ്. The final purpose of performance is to communicate an idea, an emotion, communicate an event to your audience. That is the very purpose of your performance. Love art in yourself, not yourself in art. Act well your part. There all the honors lies. This is the first part of how to prepare for film acting. Thank you all of you. This is Shaji John signing off from Shaji John Podcast. Thank you.